कजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान। कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। आई हो कहाँ से गोरी आँखों में प्यार लेके, आई हो कहाँ से गोरी आँखों में प्यार लेके, जड़ती जवानी के पहले बहार लेके, दिल्ली शहर का सारा मीना बाजार लेके, दिल्ली शहर का सारा मीना बाजार लेके, झुमका बरेली वाला कानों में ऐसा डाला, झुमके ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान। मोटर ना बंगला मांगो, झुमका ना हार मांगो, मोटर ना बंगला मांगो, झुमका ना हार मांगो, दिल को चलाने वाले दिल का करार मांगो, सैया बेदर्दी मेरे थोड़ा सा प्यार मांगो, सैया बेदर्दी मेरे थोड़ा सा प्यार मांगो, किस्मत बना दे मेरे दुनिया बसा दे मेरे, कर ले सगाई मेरी जान, हाय रे मैं तेरे कुर्बान। कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। जब से है देखा तुझको हो गए गुलाम तेरे, जब से है देखा तुझको हो गए गुलाम तेरे, अपना बना ले गोरी आएंगे काम तेरे, अपना ये जीवन सारा लिख देंगे नाम तेरे, अपना ये जीवन सारा लिख देंगे नाम तेरे। कुर्ता ये जाली वाला उस पर मोतियन की माला, कुर्ते ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान। दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय रे मैं तेरे कुर्बान। कजरा मोहब्बत वाला अखियों में ऐसा डाला, कजरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान।
മാഷാഅല്ലാ. ഹന ചേച്ചി സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഭയങ്കര ക്യൂട്ടായിരുന്നു. നല്ല ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് എന്ത് പറ്റി? പോസ് മറന്നുപോയി? അല്ല, ഞാൻ വിചാരിച്ചു അത് ഇനിയും ബീജി ഉണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും തീർന്നു പോയി. അയ്യോ, ലാസ്റ്റ് എന്തെങ്കിലും പോസ് വലിയൊരു കഷ്ടമായി. അവരങ്ങ് നേരത്തെ നിർത്തി കളഞ്ഞല്ലേ? അത് അത്രേ ഉള്ളായിരുന്നു. ശ്രദ്ധിക്കാം നമുക്ക്. ആ. ആദ്യം ആരോടാ ചോദിക്കണ്ടേ? എം ജി സാർ. എം ജി സാർ. മക്കളെ സാർ ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സാർ. മോളുടെ ശബ്ദം ഉണ്ടല്ലോ, ഒരു ഇന്നസെന്റ് വോയിസ് ആണ്. താങ്ക് യു. അപ്പൊ ആ ശബ്ദത്തിൽ കേട്ടപ്പം മറ്റൊരു എന്തുകൊണ്ട് ഒരു സുഖം. താങ്ക് യു സാർ. ആശാജി പാടിയത് അത് വേറൊരു ലെവൽ. മോള് അത് തന്നെ പാടി, പക്ഷെ ആശാജി അത്ര ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. മോളുടെ സ്റ്റൈലിൽ തന്നെ പാടി. പക്ഷെ ആശാജിയുടെ ചില എന്താണ് പറയുന്നത്, ചില ഇംപ്രവൈസേഷൻസ് എന്ന് പറയാൻ പറ്റില്ല, ചില ഇന്നൊരു അങ്ങനത്തെ ഒക്കെ ഉള്ള ആ ഒരു ഒരു എടുപ്പുണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? ആ ഏരിയ ഒന്ന് പാടാവോ? कचरा मोहब्बत वाला आँखियों में ऐसा डाला, कचरे ने ले ली मेरी जान, हाय रे मैं तेरे कुर्बान, ആ ഒരു कुर्बान. അങ്ങനെ അത് കുറച്ച് വേണേ നമുക്ക് കടമെടുക്കാം, കുഴപ്പമില്ല. കാരണം അതൊക്കെ അതിന്റെ ഒരു സ്റ്റൈലാണ്. പിന്നെ മോക്ക് ഒന്ന് 2-3 സ്ഥലത്ത് ഒരു ചെറുതായിട്ട് ഒരു സ്ലിപ്പായിട്ടുണ്ട് കേട്ടോ. ഈ ജാൻ എന്ന് പറഞ്ഞ, പിന്നെ ലാസ്റ്റിലെ തേരി, ആ ഒരു സംഗതി ഒന്ന് സ്ലിപ്പായി. കുഴപ്പമൊന്നുമില്ല, എന്നാലും ടോട്ടലി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, കേൾക്കാൻ വേണ്ടി നല്ല രസം. ആരാ സെലക്ട് ചെയ്തേ? ഇത് ഞാൻ തന്നെ. ഞാൻ തന്നെയാണോ? അത് ശരി. എനിക്കൊരു അടി കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരില്. അതായത് അറബി ഒട്ടവും മാധവൻ നായരും എന്ന ചിത്രത്തില് പ്രിയം പറഞ്ഞു നീ മ്യൂസിക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും ചെയ്യാൻ ഞാൻ പാടാന്ന് പറഞ്ഞു. വേണ്ട, നീ ചെയ്. കാരണം വേറൊന്നുമല്ല, പ്രിയന് ഈ പാട്ട് അതിനകത്ത് വേണം. അപ്പൊ വേറെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അവർ പറയാം അയ്യോ അത് നമുക്ക് പറ്റത്തില്ല, കാരണം അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയം പറഞ്ഞു, ഞാൻ പറഞ്ഞു പല പാട്ടുകളും ഞാൻ മ്യൂസിക് കൊടുത്തു. പ്രിയം പറഞ്ഞു അതൊന്നുമല്ല, നീ ഇതിനെ പിടിച്ച് ഇതിന്റെ ബേസിസിൽ തന്നെ ചെയ്യണം എന്ന്. ഞാൻ പറഞ്ഞു പ്രിയ എനിക്ക് ചീത്തവിളി, നിനക്ക് ചീത്തവിളി കേട്ടാ എന്താ, കൂടിപ്പോയാൽ ഒരു മാസം കേൾക്കും, അത്രയല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന്. അപ്പം എനിക്ക് ചെയ്യാനും വയ്യ ചെയ്യാതിരിക്കാനും വയ്യാതെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യുന്നത്. അപ്പോൾ പല്ലവി ഞാൻ എന്ത് ചെയ്താ അതെടുത്ത് ഞാനങ്ങ് പല്ലവിയാക്കി. മനസ്സുമയക്കി ആളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ, ചേലുള്ള നാടൻ മീനുകൾ. മനസ്സുമയക്കി ആളെ കൊടുക്കണ ചൂണ്ടേ നീട്ടിയിരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിൻ കണ്ണുകൾ, ചേലുള്ള നാടൻ മീനുകൾ. അങ്ങനിട്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ നാട്ടുകാർ വിടുവോ? എന്നെ എടുത്തിട്ട് അലക്കി. അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിന്റെ ഇടയിൽ. ആ പാട്ട് കേട്ടിട്ടില്ലേ? ആ ഖജരാ മുഹബത്ത് വാല എന്നുള്ള പാട്ട് ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെന്ന് പറയും? എം ജി ശ്രീകുമാർ. ഇവള് ഒരു ഇന്നസെന്റ് പെൺകുട്ടിയാണ്. ആ ഉത്തരം കൊണ്ട് എന്തൊരു കോൺഫിഡന്റ്, ആത്മാർത്ഥതയോടെയുള്ള ഒരു ഉത്തരം. എന്ത് പറയൂ? വെരി ഗുഡ്. ഏതായാലും ഇവിടെ എത്തിച്ചില്ലേ? ബോംബെന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിയില്ലേ ഞാൻ? അതിന് നിങ്ങളൊരു നല്ലൊരു ഐഡിയ. ആർക്കെങ്കിലും ആ ധൈര്യം ഉണ്ടാവും. ഉണ്ടാവും, അന്നാ ചെയ്യ പറ്റൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി നല്ല സ്റ്റൈലായിട്ട് പാടി. താങ്ക് യു മാം. ഇനി ഇത് 2 പേര് പാടിയ പാട്ടാണ് അല്ലേ? സാറ് പറഞ്ഞ അതേ പോയിന്റ്സ് ആണല്ലോ ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. ജാൻ मेरी जान हाय रे मैं तेरे कुर्बान. ഒരു എയറി ഒരു ഫീൽ കൂടെ വരുന്നുണ്ട് അതില്. കാരണം അതൊരു മെയിൽ പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് അവര് പാടിയ വിധം. അപ്പൊ അതൊരു ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ഒന്ന് മോൾക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഇന്ന് പാടിയൊക്കെ നന്നായി പാടി, മോളുടെ വോയിസ് നല്ല ക്യൂട്ടായിരുന്നു. ആ എക്സ്പ്രഷൻസ് ചിലത് കൊണ്ടുവരാമായിരുന്നു. പിന്നെ ഒരു വാക്ക് ഗുലാമല്ല, ഗുലാമാണ്. അതിന്റെ അടിയിൽ ഒരു കുത്തുണ്ട്, ഗ.
ഗുലാം എന്ന് പറയണം. ഓക്കെ, ആ. ആ ചരണത്തില് ജബ് സേ ഹ ദേഖാ തുജ്കോ ഹോഗേ ഗുലാം ഗു 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 അല്ല ഗ. ഗു ആ ഗുലാം. അപ്പൊ അത് അങ്ങനെ ആ പ്രൊണൗൺസിയേഷൻ അങ്ങനെ വരണം. അതാണ് എനിക്കതിൽ പ്രത്യേകിച്ച് തോന്നി. അല്ലാതെ മോള് കുറേ സ്ഥലങ്ങളൊക്കെ ഭംഗിയായിട്ട് പാടി. ഒരു സംഗതി മാത്രം അനുപല്ലവിയിലും ചരണത്തിലും സ്ലിപ്പായി പോയത്. കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആക്കുന്നോ? ആ दिल्ली शहर का सारा मीना बाजार लेके दिल्ली शहर का सारा मीना बाजार. കുഴപ്പമില്ല, ഒരു ഓട്ടം ഉണ്ട്. ഒരു ഓട്ടം ഉണ്ട്. ആ ഓട്ടമാണ് നമുക്കൊന്ന് റെഡിയാക്കേണ്ടത്. അത് മോള് റെഡിയാക്കിക്കോളൂ അല്ലേ? അതേ സംഗതി തന്നെ മോളുടെ നെക്സ്റ്റ് ലൈനിലും സയ്യാ ബേദർദി മേരെ തോടാ സാ പ്യാർ മാംഗൂ. ആ അവിടെ ബാക്കി കാറ്റാ വരുന്നത്. അത് കുറച്ചുകൂടെ ഒന്നിനെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം. ഈ രണ്ട് സംഗതികളാണ് എനിക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആവാം എന്ന് തോന്നിയ ഒരു കാര്യം. അല്ലാതെ മനോഹരമായിട്ട് പാടി. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. ചേച്ചി ഒരു പാട്ട് ചേച്ചി ഇതേ ലുക്കിലൊക്കെ വന്നല്ലേ? കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി മന്ദാരക്കുളങ്ങരെ കുളിച്ചൊരുങ്ങി മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മറകുള്ള മിടുക്കി പെണ്ണ് കസ്തൂരി തൈലമിട്ട് മുടി മിനുക്കി മുത്തോട് മുത്തു വെച്ച വള കിലുക്കി കയ്യിൽ മുത്തോട് മുത്തു വെച്ച വള കിലുക്കി. അടിപൊളി അടിപൊളി. അടിപൊളി. താങ്ക് യു ചേച്ചി. ശരത് സാർ. പാറു, ആ നിനക്ക് ഇഷ്ടായോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ എനിക്കും ഇഷ്ടമായിട്ടാ. അപ്പൊ ഓക്കെ, കഴിഞ്ഞു സാർ. വളരെ ഉഗ്രം പാട്ട്, Thank you, sir. കീട്ടുക്കാച്ചി പാട്ട്. അയ്യോ മോളെ, ഈ ആ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു കുറെ ഒരു 10-40 വർഷം മുമ്പ് എല്ലാ ഗാനമേള സദസ്സുകളിലും ഈ പാട്ടുണ്ടാവും. ഫീമെയിൽ വന്നാൽ ടുവേർഡ്സ് എൻഡ് ഇതില്ലാത്ത ഒരു ഗാനമേള പരിപാടി ഇല്ല. വളരെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ആ അനുപല്ലവിയുടെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടാമോ? आई हो कहाँ से गोरी आँखों में प्यार लेके आई हो आँखों में प्यार लेके प्यार लेके ആ അതാണ്, അത് പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ. प्यार लेके ആ അത് പാടണം. കാരണം അതാണ് അതിന്റെ ഒരു ഗ്രിപ്പ്. ആ അവിടെ കൊണ്ടുപോയി ഒതുക്കി. ഞാൻ വരച്ചു മനഃപൂർവ്വം അതെന്തിനാ അത്ര മെനക്കെടുത്തെന്ന് വിചാരിച്ചിട്ട് മോള് പാടാന്ന് വിചാരിച്ചു. ഓ ഒന്ന് once more please. Sir, rewind and play. Please, please. അത് അങ്ങനൊന്നും പാടാമോ? അപ്പോൾ അതൊക്കെ ഒരു പ്രധാനമായിട്ടുള്ള ഏരിയ, നമുക്കൊക്കെ രസമുള്ള ഒരു ഏരിയ അല്ല. അഥവാ അത് വിട്ടുകളായിരുന്നു. ഇത് ഞാൻ ശരിക്കും ഇത് പാടി നടന്നായിരുന്നു. എന്തിനു? എവിടെ? എവിടുന്ന് ബീച്ചിലോ? അതായത് സാറും മിസ്സും എന്നെ പഠിപ്പിച്ചായിരുന്നു. ഞാൻ പാടുന്നുണ്ട്, പക്ഷെ സത്യമായിട്ട് ഇത് ഞാൻ അറിയാതെ മറന്നുപോയത്. അത് പാടി അല്ല, മീൻസ് അത് പാടിയോ ഇല്ലയോന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പൊ സ്വബോധമില്ലാതാ ഇവിടെ നിന്നത് അല്ലേ? അതായത് ഈ സ്റ്റെപ്സ് ഒക്കെ ഉള്ളപ്പോ നമ്മളുടെ കയ്യിലൊന്നും നിക്കത്തില്ല. അല്ല, സ്റ്റെപ്പ് മുഴുവൻ കയ്യിലായിരുന്നു. അല്ല ഇപ്പൊ ഇതെങ്ങനെ മിസ്സായെന്നുള്ള ഇതൊരു 3 അനുപല്ലവി 2 ചരണമില്ല, 3 ചരണമില്ല ആ മൊത്തത്തില്. 3ന്റെ ഇടയ്ക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. അത് പാടിയതും ഇല്ല, കളിച്ചതും ഇല്ല. പക്ഷെ അത് പാടിയില്ലെന്ന് ഞാൻ ഇപ്പൊ പറയുമ്പോഴറിഞ്ഞതും. ആ നന്നായി, എല്ലാം നന്മയുണ്ടാവട്ടെ. ശരിയല്ല, എനിക്ക് തൃപ്തിയായി. ഹന വീട്ടിലുണ്ടെങ്കിൽ വേറെ ആർക്കും ഈ സമയം കളയാൻ വേറെ ഒന്നും വേണ്ടല്ലോ. നിന്നോട് സംസാരിച്ചോണ്ടിരുന്നാ മതി. ഹനയുടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് കേൾക്കാം. പക്ഷെ ഡീസൻസി ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. അത് പൊക്കം. അത് വളരെ സഭ്യമായിട്ടുള്ള ഭാഷയില് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. രാവിലെ എണീക്കും. എത്ര മണിക്ക്? 6 മണി അടുപ്പിച്ച്. ഒരിക്കലുമില്ല ഹന, ഒരിക്കലുമില്ല. അങ്ങനെ ഈ കള്ളത്തരങ്ങൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. വൈകിട്ടാണോ? വായി തോന്നിയത് പറയാന്നല്ല. അത് വൈകുന്നേരം ആയിരിക്കും. അല്ലല്ല, രാവിലെ എണീക്കും. എത്ര മണിക്ക്? പക്ഷെ അത് ഞാൻ റിവീൽ ചെയ്യില്ല. റിവീൽ ചെയ്യണം. അത് വെളി പറയാൻ സ്വന്തമായിട്ട് പറയൂ. പറഞ്ഞ കുഴപ്പമില്ല. പോരട്ടെ.
Come on. 8 8 ആ, അതല്ലേ മതി. മോളെ ഞാനും കൂടെ ഉണ്ട്. പല്ല് തേക്കും, ഫ്രഷ് ആവും. ആ. ചിലപ്പോ രാവിലെ കുളിക്കും. എന്നുവെച്ചാല് ചിലപ്പോ ഒരു മൂഡ് വരികയാണെങ്കിൽ കുളിക്കും. എന്നിട്ട് ഞാൻ ഉച്ചയാകുമ്പോ നിസ്കരിക്കും. എന്നിട്ട് ഉച്ചക്കലത്തെ ഭക്ഷണം വീണ്ടും കഴിക്കും. അപ്പോഴത്തേനും കാലത്ത് ആയിരിക്കും ഭക്ഷണമില്ലേ? അത് രാവിലെ കഴിച്ചാ? കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിച്ചു. ആ. ഞാൻ എപ്പോഴും ഫോണിലെന്ന് വെച്ചാല് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. പിന്നെ അമൃത ടിവിയുടെ അമൃത ടിവിയുടെ. എന്ന് വെച്ചാൽ അപ്പൊ പുതിയ ഇതിനിടയില് അപ്ഡേഷൻസ് കൂട്ടുകാരോ അതിന് മുമ്പ് നീ കൂട്ടുകാരന്മാരൊന്നും ഫോൺ വിളിക്കത്തില്ലേ? ഫോൺ നോക്കാറുണ്ട്. രാവിലെ എണീക്കുമ്പോഴേ ഫോൺ എടുക്കും. പക്ഷെ അത് പറയാൻ പറ്റത്തില്ലല്ലോ. അല്ല, അങ്ങനല്ല. അല്ല നമ്മൾ കൂട്ടുകാര് വിളിക്കില്ലേ? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ളത്. കൂട്ടുകാര് വിളിക്കില്ലേ? കൂട്ടുകാരെ വിളിക്കും. ആ. ഞാൻ അർജുനെ വിളിക്കും, ശിവാനി, അജൽ. അല്ല, ഇവിടെ ഉള്ളവർ അല്ലാത്ത ആരുമില്ലേ? ഇല്ല, എന്നെ ചില അങ്ങനെ- കോളേജസ് അയ്യോ, ഇന്നലെ എനിക്കൊരു മെസ്സേജ് വന്നു. അതാ ഞാൻ പറഞ്ഞു. അതെന്തുവാന്നറിയാവോ? ഞാൻ അത്യാവശ്യം പാട്ട് പാടുന്ന ഒരാളാണ്. എന്നുവെച്ചാല് ഇവിടുത്തെ പേരെന്താണ്? തുളസിക്കതിര് ഇറങ്ങിയല്ലോ. പേരെന്താണ്? എനിക്ക് പേര് ഓർമ്മയില്ല. ആ, ഉണ്ട്. ഇല്ല 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 ആ, ഉണ്ട്. ശരി, ശരി. ഇല്ല ഇല്ല, അത് ഓർക്കരുത് നമ്മള്. അയ്യോ. ആ, ശരി. ഓക്കെ. പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. ഇല്ല ഇല്ല, അതാരും കേട്ടില്ല. ഇല്ലില്ല. എന്നിട്ട് എന്റെ തുളസിക്കതിരിന്റെ വീഡിയോ ഇറങ്ങിയപ്പോ ഞാനത് സ്റ്റോറി ഇട്ടു. ആ. സ്റ്റോറി ഇട്ടപ്പം എനിക്ക് ഇങ്ങോട്ട് റിപ്ലൈ ചെയ്തു, ഞാൻ അത്യാവശ്യം മാപ്പിളപ്പാട്ട് പാടുന്ന ഒരാളാണ്. എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞ, എനിക്ക് കുട്ടിയെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കുട്ടി ഒന്ന് വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ. കോണ്ടാക്ട് നമ്പർ ഒക്കെ അയച്ചു. ഫോട്ടോ അയച്ചല്ലോ. ഫോട്ടോ സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ഐഡിയ ഉണ്ടല്ലോ, ഐഡിയ ഉണ്ട്. പക്ഷെ എനിക്ക് മുഖം ഒന്നും ക്ലിയർ ആയില്ല. കാരണം എന്നെക്കാട്ടിലും നല്ല പ്രായമുള്ള ഒരാളാന്നാ തോന്നിയത്. അയ്യോ, എന്നുവെച്ചാ ഇഷ്ടപ്പെട്ടു. ഞാനൊരു കൊച്ചല്ലേ, എനിക്ക് കൊച്ചിന്റെ പ്രായം പോലും കയ്യിലിരിപ്പോ- ആയില്ല. കല്യാണപ്രായം ആയിട്ടില്ല. ഓ, അപ്പൊ അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിച്ച് പിന്നെ വീണ്ടും കുറച്ചു നേരം മരുപ്പ് നോക്കി വാങ്ങു, വിളിക്കും, നിസ്കരിക്കും, എന്നിട്ട് പാട്ട് പഠിക്കും. എന്നിട്ട് വൈകുന്നേരം രാത്രി ഫുഡ് കഴിക്കും. അപ്പൊ ഈ ഫുഡ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണോ വീട്ടിൽ? അപ്പൊ എന്ത് കാരണം അവൾക്ക് ഉണ്ടാക്കാനുള്ള ടൈമില്ല, കാര്യം ഫോൺ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കണം. പിന്നെ ഉണ്ടാക്കിയാലും ജീവൻ bullseye. നിലനിൽക്കണ്ടേ? ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ നമ്മൾക്ക് സമയം വേണം. അത് ഉണ്ടാക്കാനുള്ള അവസരം ഇല്ലല്ലോ. സമയമില്ല. ഞാൻ ഒരു ദിവസം ഉമ്മടുത്ത് പറഞ്ഞു, ഉമ്മി ഈ വർഷം എന്തോ ആണെങ്കിലും എന്റെ കല്യാണം കാണും, എനിക്ക് അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ നേരത്തെ ഒക്കെ പറഞ്ഞ ഇപ്പൊ അല്ലേ പറഞ്ഞത്, ഇപ്പൊ അങ്ങ് വേണ്ട. കളിയാക്കി പറയുന്നയാ. കളിയാക്കി പറഞ്ഞു ഉമ്മ എന്തായാലും നീ ഈ പ്രാവശ്യം എന്താണെങ്കിലും എന്റെ കല്യാണം കാണും, ശിവാനി കെട്ടുന്നതിന് മുന്നേ എന്നെ കെട്ടി അന്തസ് പ്രൂവ് ചെയ്യണം. കല്യാണം കഴിച്ചാണോ അന്തസ് പ്രൂവ് ചെയ്യുന്നത്? അല്ല, ചുമ്മാ അന്ന് എന്താ റിപ്ലൈ എന്നറിയാൻ വേണ്ടി. പിന്നെ എന്തൊരു അല്ല, അപകടം അപ്പൊ ശിവാനി കല്യാണം കഴിക്കാൻ പോകണോ? അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ആണോ? അപ്പൊ ഇതൊരു കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ. നിങ്ങൾ ആരായിരിക്കും ആദ്യം കെട്ടുന്നത്? കോമ്പറ്റീഷൻ ഐറ്റം ആക്കാൻ പറ്റിയ സാധനം കേട്ടോ. പ്രായം കൊണ്ട് അവളായിരിക്കും. ആദ്യം അല്ലേ? ആയിരിക്കും. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കരുത്. ഇല്ല, അപ്പൊ ശിവാനി ഞാൻ പറഞ്ഞു ഞാനിപ്പോ അടുക്കളയിലെ എല്ലാം നോക്കാം. പക്ഷെ ഞാൻ ഉമ്മി പോകുന്നതിനൊക്കെ ലേറ്റ് ആയിട്ടല്ലേ എണീക്കുന്നത്. ഉമ്മി എത്ര മണിക്ക് ഓഫീസിൽ പോണേ? ഉമ്മി ഒരു അത് പറഞ്ഞ അറിയില്ല. 9:30. 9:30. 9. ഉറങ്ങുക. ഹനെ, നിന്റെ അടുത്ത് എനിക്ക് ഒരു ഒറ്റ അഡ്വൈസേ ഉള്ളൂ. കക്കാൻ പഠിച്ച നിക്കാൻ പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ചെയ്യരുത്. എന്തൊരു വിരോധാഭാസമാണ് ഇപ്പം കാണിച്ചത്. കംപ്ലീറ്റ് കുട ഉടച്ചു. 9:30 പോകുന്ന ഉമ്മി പറയുന്നതാ. മതി, നിറഞ്ഞു. ഇന്നത്തെ വയറ് നിറഞ്ഞു കുഞ്ഞ്. ഓക്കെ അല്ല, എന്റെ കമന്റ് കഴിഞ്ഞ അത്രേ ഉള്ളൂ. താനെ മോളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഹന പാടുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്ലസന്റ് ഫീല് ഉണ്ട്. അത് ഏത് പാട്ട് പാടുമ്പോഴും അതിനൊരു ഭയങ്കര പ്ലസന്റ് ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് ഹന പാടുമ്പോൾ അത് എന്തോ ആ വോയിസ് ഉണ്ടാവും, ആ ഒരു പിന്നെ ബോഡി ലാംഗ്വേജ്, അതെല്ലാം കൂടെ കൂടിയിട്ട് വരുമ്പോൾ ഭയങ്കര രസമാണ് ഹന പാടുന്നത് കേൾക്കാനും കാണാനും. എപ്പോഴും പറയുന്നത് പോലെ എനിക്ക് പറയാനുള്ളത് മോളെ, ഇതുപോലെ അതർ ലാംഗ്വേജസ് എടുത്തിട്ട് വരുമ്പോൾ ഡിക്ഷനാണ്. ഇപ്പം മഞ്ജരി പറഞ്ഞ പോലെ ഗുലാം, ഇപ്പം എനിക്ക് പറ്റാത്തതുകൊണ്ട് അത് ഗുലാം എന്ന് അല്ല. പിന്നെ അതുപോലെ ചടുത്തി ആണ് മോള്, ജടുത്തി എന്നൊക്കെയാണ് പാടി. അത് ചടുത്തിയാണ്. അതുപോലെ ജുംക്ക, അത് ജുംക്ക അല്ല. ആ, ജുംക്കാന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ. അതുപോലെ ഷഹർക്ക അല്ല, ഷെഹർ. ഷെഹർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സിറ്റി. അപ്പൊ മോൾ പാടിയത് ഷഹർ എന്നാണ്, ഷെഹറാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഡിക്ഷൻ ഇഷ്യൂസ് ഒന്ന് ക്ലിയർ ചെയ്യാം.
ആ. ബാക്കി പിന്നെ മോള് പാടുമ്പോൾ ഒരു ചാമുണ്ട്. താങ്ക് യു സർ. ഞാൻ ആ ചാമിൽ മതിമറന്ന് അങ്ങ് ഒഴുകുകയായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സർ, ഉദ്ദേശം എത്ര ആയിരിക്കും? അതും കൂടെ പറഞ്ഞേര്, തീർന്നല്ലോ. 9.3. അത് കറക്റ്റാ. 9.3. 9.3. വാവ്. എന്റെ കൂടെ ഒന്ന് പറയാമോ? അത്ര ജോലി പറയുമല്ലോ. 9.4. 9.3. താങ്ക് യു സർ. ചേച്ചി, ഹനയുടെ മാർക്സ് ദാ പറന്ന് താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 18.6. ഗുഡ് ഗുഡ് ഗുഡ്. Good. Thank you. Happy അല്ലേ? Okay. സന്തോഷം. Superstar.